اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 40ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഇല്ലം തുഹസ്സിൻ ലന്നക ബി ലി അജ്ലി വസ്ഫിഹി ഫഹസ്സിൻ ലന്നക ബിഹി ലി അജ്ലി മുആമലതിഹി മഅക ഫഹൽ അവദക ഇല്ലാ ഹസന വഹൽ അസ്ദാ ഇലൈക ഇല്ലാ മിനന. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ട് വന്ന് ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഏത് ആവശ്യങ്ങളും അള്ളാഹുവിലേക്ക് മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, ബോധിപ്പിക്കുള്ളൂ. കാരണം മനസ്സിൽ അള്ളാഹു ഉണ്ടായിരിക്കലോടുകൂടെ അവൻ്റെ ശ്രദ്ധ മറ്റു ഒരു വിഷയങ്ങളിലേക്കും എന്ത് ചെയ്യൂല, പോകൂല. ആ രൂപത്തിലേക്ക് അവനെത്തും. എവിടെയും ഏത് കാഴ്ച കാണുമ്പോഴും എന്ത് രസകരമായ കാഴ്ച കണ്ടാലും അതിലൊക്കെ അവൻ അള്ളാഹുവിനെ കാണും. പക്ഷികളെ പറക്കലാണെങ്കിലും വാഹനങ്ങളുടെ സഞ്ചാരങ്ങളാണെങ്കിലും അവന് കാണുന്ന, ഇനി വയലുകളിൽ കാണുന്ന കാഴ്ചകളാണ്, ഏത് കാഴ്ചകളിലും അവനക്ക് അള്ളാഹുവിൻ്റെ ഒരു മഹത്വം, അളമത്ത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മറാത്തിബായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിനുശേഷം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഇല്ലം തുഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഇല്ലം തുഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, എന്തിനു വേണ്ടി? ലി അജ്ലി വസ്ഫിഹി ലി അജ്ലി ഹുസ്നി വസ്ഫിഹി, അള്ളാഹുവിന്റെ ഉത്തമമായ ഗുണവിശേഷണങ്ങൾ ഉണ്ടല്ലോ, അതിനു വേണ്ടി. അള്ളാഹു തആല റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ലത്തീഫാണ്, അവൻ്റെ അടിമയോട് വല്ലാതെ കാരുണ്യം കാണിക്കുന്ന ആളാണ്, കൃപയുള്ളവനാണ് എന്ന അള്ളാഹുവിൻ്റെ ഉന്നതമായ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിലൂടെ നിനക്ക് അള്ളാഹുവിനോടുള്ള ആ ഒരു ധാരണ അല്ലേ, അള്ളാഹുവിനെ കൊണ്ടുള്ള ഒരു ധാരണ, അത് നിനക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് രണ്ട് ആളുകളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. അള്ളാഹുവിനെ കൊണ്ടുള്ള ഭാവന ഉള്ള രണ്ടാൾക്കാരെ കുറിച്ച്. ഒന്ന് ഖവാസിങ്ങളാണ്. അവര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ച നീണ്ടുപോകുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനിക്ക് അൽ അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. അള്ളാഹുവിന്റെ 4000 വിശേഷണങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇമാം റാസി തങ്ങളെ കിതാബാണ്. ശരിക്കും അതൊരു മുഅ്മിനായ മനുഷ്യൻ അത് വായിക്കുകയും അത് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് അള്ളാഹു തന്ന നിഅമത്തിന്റെ ആ ഒരു ആധിക്യണ്ടല്ലോ, അതിലൂടെ മാത്രമായിരിക്കും അവന്റെ ചിന്ത ഉണ്ടാകുക. അള്ളാഹു തആല കരീമാണ്, അള്ളാഹു തആല ആലിമാണ്, അലീമാണ്, റഹീമാണ്, റഹ്മാനാണ്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ റിയാദകളുണ്ട്. ഇപ്പോ യാ ലത്തീഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇസ്മുണ്ടല്ലോ, യാ ലത്തീഫ്, അത് 129 തവണയാണ് ചെല്ലേണ്ടത്. അതിന്റെ അക്മലായ രൂപം പല മഹാന്മാരും പറഞ്ഞത് 1,29,000. ഒരാള് യാ ലത്തീഫ് എന്നുള്ളത് 1,29,000 ചൊല്ലിക്കഴിഞ്ഞാൽ ആ യാ ലത്തീഫുമായിട്ട് അവന്റെ ഹൃദയത്തിനൊരു ബന്ധം ഉണ്ടാവും. പിന്നെ അവൻ യാ ലത്തീഫ് പറഞ്ഞൊന്ന് മന്ത്രിച്ചാൽ ഒരാൾ അസുഖം ശിഫയാവും. ഓരോന്നിനും റിയാദകളുണ്ട്. അങ്ങനെ റിയാദകളിലൂടെ അള്ളാഹുവിന്റെ ഔന്നിത്യമായ വിശേഷണങ്ങളില്ലേ, അതിലേക്ക് എത്തിയ ആളുകളുടെ ഭാവനയാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഞാൻ അത് പറ്റാത്തവർക്ക് രണ്ടാമത്തെ തട്ട് പറയുന്നുണ്ട്. നമ്മളെ പോലത്തെ ആൾക്കാർക്കുള്ള തട്ട് ശേഷം വരുന്നുണ്ട്. ആദ്യം വലിയ ആൾക്കാരെ കുറിച്ചാണ് പറയണത്. ഇല്ലം തുഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ,
എന്താണ് ആ ഭാവന ഉണ്ടാകാൻ കാരണം? ലി അജിലി വസുഫിഹി, അള്ളാഹുവിന്റെ ഉത്തമമായ ഗുണങ്ങൾക്ക് വേണ്ടി. ബഹുമാനപ്പെട്ടവർ പറയുന്നു ബിസ്സിഫാത്തിൽ അലിയ വന്നുഊത്തി സനിയ, അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഭാവന നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കൊണ്ടുള്ള ഭാവന നീ മെച്ചപ്പെടുത്തണം. അതിനെനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇനി രണ്ടാമത്തെ തട്ടുണ്ട്, ഫഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. ലി അജിലി മുആമലതിഹി മഅക, നിന്നോടുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റത്തിന് വേണ്ടി. നിനക്ക് അള്ളാഹു തആല ഒരുപാട് നിഅമത്തുകൾ തന്നിട്ട്, ഒരുപാട് നിഅമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളും അള്ളാഹു തആല നിനക്ക് തന്നില്ലേ? അതിലൂടെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവന ഉണ്ടാക്കാൻ കഴിയും. ആദ്യത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്, വലിയ മക്കാമിലുള്ള ആൾക്കാരാണ്. ഓല് ഈ റഹ്മാനിന്റെയും റഹീമിന്റെയും അതുപോലെ തന്നെ സത്താറിന്റെയും ജബ്ബാറിന്റെയും ജമാലിന്റെയും ജലാലിന്റെ ഒക്കെ ആ വിശേഷണങ്ങളുടെ റിയാദ് വീട്ടിയിട്ട് പിന്നെ ഓല മനസ്സിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അവർക്ക് എപ്പോഴും അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഓലെ ഇതിലെന്ത് മാത്രമേ ഉള്ളൂ? അള്ളാഹു താല വല്ലാത്ത ഔദാര്യവാനാണ്, കാരുണ്യവാനാണ് എന്ന ചിന്തയല്ലാതെ വേറെ ഒരു ചിന്തയും അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ഉണ്ടാവില്ല. ഓലെ ഭാവന എപ്പോഴും അള്ളാഹിനെ കുറിച്ച് എന്തുണ്ടാവുള്ളൂ? നല്ല ഭാവന ഉണ്ടാവുള്ളൂ. ആ മക്കാമിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി രണ്ടാമത്തൊരു മക്കാമുണ്ട്. എന്താണ്? ഫഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. എന്തുകൊണ്ട്? ലി അജിലി മുആമലതിഹി മഅക, നിന്നോടുകൂടെ അള്ളാഹുവിന്റെ പെരുമാറ്റത്തിന് വേണ്ടി. അതായത് അള്ളാഹു നമുക്ക് തന്ന ചെയ്ത നിഅമത്തുകൾ, നമ്മളുടെ കണ്ണുകൾ, നമ്മളുടെ ഓരോ അവയവങ്ങൾക്ക് അത് ഇല്ലാത്ത ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കതിന്റെ നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാകുക. നമ്മളെ ഉമ്മമാര് നമുക്ക് ഭക്ഷണം തരുമ്പോ സത്യത്തിൽ ആരാ നമുക്ക് ഭക്ഷണം തരുന്നത്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റസൂലുള്ളാന്റെ കാലത്ത് ഒരു സഹോദരിയുടെ കുട്ടിനെ കാണാതിരുന്നു. ഒരുപാട് തെരഞ്ഞിട്ട് സ്വഹാബത്തൊക്കെ തെരഞ്ഞ് ആ കുട്ടിനെ കിട്ടി. കുട്ടിനെ കിട്ടിയപ്പോ ആ കുട്ടിക്ക് ഉമ്മ വെച്ച് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോക്കിയേക്കാണ് നിങ്ങൾക്ക് ആ ഉമ്മാക്ക് ആ കുട്ടിനോടുള്ളൊരു സ്നേഹത്തിലാണ്. അപ്പൊ സ്വഹാബത്തൊക്കെ അതിൽ വല്ലാതെ അത്ഭുതപ്പെട്ടപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ അതിനേക്കാളും വലിയ സ്നേഹമാണ് അള്ളാഹു താലാക്ക് അവന്റെ അടിമയോട്. അപ്പൊ നമ്മളുടെ ഓരോ കാര്യത്തിലും ആര് നമ്മളെ കൂടെ ഉണ്ട്? അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട്. നമ്മളൊക്കെ വാഹനം ഓടിക്കണ സമയത്ത് മുട്ടീന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ രക്ഷപ്പെടും, അല്ലെ? അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആകഞ്ഞ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തേക്കാരം അതിലൊരു പോംവഴി അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യാൻ കാണിച്ചില്ല. ആ സമയത്തൊക്കെ ഒരൊറ്റ അൽഹംദുലില്ലാ പറഞ്ഞുണ്ടല്ലോ, അതിനൊക്കെ അള്ളാഹു തആല നമുക്ക് നൽകുന്ന കൂലി എത്രയേക്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ അടുത്ത് ഞാൻ ഇപ്പോഴത്തെ ഒരു ലേഖനം വായിച്ചു. അപ്പൊ അതില് എല്ലാ നിഅമത്തുകളും തന്ന കേരളക്കാരെ കുറിച്ചാണ് പറയണത്. എല്ലാ നിഅമത്തുകളും അള്ളാഹു തആല കൊടുത്ത കേരളക്കാരുടെ എന്താ വർത്താനം എന്ന് വെച്ചാൽ ആ തരക്കടില്ല, അല്ലേ? കുഴപ്പമില്ലാതെ അങ്ങനെ പോണു. ഞാൻ നല്ല കച്ചവടം ഉണ്ടെങ്കിൽ ഇനി ഇപ്പൊ എന്തെങ്കിലും വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ തട്ടിമുട്ടി പോണ്ട്, ഇപ്പൊ എല്ലാവർക്കും മോശമല്ലേ? മൊത്തത്തില് അങ്ങനെയുള്ളവന് പിന്നെ എന്ത് ചെയ്യൂല, ആണ് മേലക്ക് പോകൂല, ഓൻ അവിടെ നിൽക്കുകയും ചെയ്യുള്ളൂ. എന്താ ഓനക്കറ അൽഹംദുലില്ലാ റാഹത്താണ്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. എന്താ അങ്ങനത്തെ ഒരു നല്ലൊരു വാക്ക് പറഞ്ഞാല് നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. ശ്രദ്ധിച്ചു ഗുണങ്ങൾ. അധികം ആളുകളും അള്ളാന്റെ റസൂൽ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അധികം ആൾക്കാരും നന്ദികേട് കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പൊ പറയണതേ, അധികം ആൾക്കാരും അല്ലെ ഖലീലമ്മാ തശ്കുറൂൻ എന്നല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നന്ദി കാണിക്കണുള്ളൂ. എന്നാ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, നമ്മളെ ഫലസ്തീനിലെ ആ സഹോദരന്മാരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ആരെങ്കിലും തൂങ്ങി മരിച്ചത് നിങ്ങൾ കേട്ടുകൊള്ളു? ഒരൊറ്റ ആള് തൂങ്ങി മരിച്ചത്. എന്തൊക്കെ പ്രയാസം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതിൽ വായിച്ചതല്ലേ, അവര് നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. നമ്മളെ നാട് പോലെ ഒന്നുമല്ലല്ലോ. ചൂടാണെങ്കിൽ പെരും ചൂട്, തണുപ്പാണെങ്കിൽ പെരും തണുപ്പ്, മഴയാണെങ്കിൽ നിൽക്കാത്ത മഴ, അല്ലെങ്കിൽ മണൽക്കാറ്റ്.
അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ടെന്റിൽ താമസിച്ചിട്ട് ബാത്റൂമിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് മണിക്കൂറുകളോളം നടന്നിട്ട് വെള്ളം കൂടുന്ന് എന്നിട്ടും ഓലെ വാപ്പല്ലാത്തോല്, ചിലർക്ക് ഇമ്മല്ലാത്തോല്, ചിലരുടെ എല്ലാ മക്കളും നഷ്ടപ്പെട്ടു. അവരോട് ചോദിച്ചാലും അവരെന്ത് ചെയ്യും? അൽഹംദുലില്ലാ, അത് അള്ളാഹുത്താല അങ്ങ് തന്നു, അള്ളാഹുത്താല എടുത്തു. ആ ഈമാൻ അവനക്ക് ഒന്നാമത് നമുക്ക് വല്ലാതെ നിയമത്ത് കൂടി. അതാണ് ഇതിന്റെ കുഴപ്പമാണ്. നമുക്ക് അള്ളാഹുത്താല എന്താണെന്നറിയോ? നമുക്ക് നിയമത്ത് അള്ളാഹുത്താല വല്ലാതെ തന്നു. നമ്മൾ വിചാരിക്കണം എന്താ, നമ്മൾ വലിയ നിയമത്ത് പറഞ്ഞാൽ നമുക്ക് വലിയ വണ്ടില്ല, നമ്മൾ നിയമത്തിന് കുറവായിട്ട് നമ്മൾ കാണും. നമുക്ക് അത്ര മൂപ്പര വലിയ വണ്ടില്ല, അല്ലെങ്കിൽ അത്ര വലിയ വീട് നമുക്കില്ല. പക്ഷെ അതല്ലാത്ത എത്രയോ നിയമത്തുകൾ അള്ളാഹുത്താല അവിടെ വേറെ തരുന്നുണ്ട്. അതിനെക്കുറിച്ച് ശരീരത്തിൽ തന്നെ ഓരോ അവയവങ്ങളുടെ ഓരോ കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവന നിനക്ക് വരാന് അള്ളാഹുത്താല നിനക്ക് ചെയ്ത് തന്നെ നിഅമത്തുകൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഫഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തുക. ലി അജിലി മുആമലതിഹി മഅക, നിന്നോടുകൂടെയുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റത്തിന് വേണ്ടി. അള്ളാഹുത്താല നിന്നോട് എങ്ങനെയൊക്കെ പെരുമാറിക്കണം, ആ പെരുമാറ്റം മാത്രം നീ നോക്കിയാൽ മതി, അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അവസാനം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഫഹൽ അവദക ഇല്ലാ ഹസന, നല്ലതല്ലാതെ അള്ളാഹു നിനക്ക് പതിവാക്കിയിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഫഹൽ അവദക ഇല്ലാ ഹസന, നല്ലതല്ലാതെ അള്ളാഹു നിനക്ക് പതിവാക്കിയിട്ടുണ്ടോ? വഹൽ അസ്ദാ ഇലൈക മിനന, അനുഗ്രഹങ്ങളല്ലാതെ അള്ളാഹു താല നിന്നിലേക്ക് ചൊരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. നന്മ അല്ലാതെ അള്ളാഹു താല നമുക്ക് തന്നിട്ടുണ്ടോ? എന്നാ ചില കാര്യങ്ങൾ നമുക്ക് തോന്നും നന്മയല്ലാന്ന്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? വാസാന്തക്രഹു എന്നൊരായത്തുണ്ടല്ലോ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായി തോന്നും? അത് വെറുപ്പായി തോന്നും. പക്ഷെ അത് നിങ്ങൾക്ക് ശേഷം എന്തായിരിക്കും? നിങ്ങൾക്ക് ഖൈറായിരിക്കും. പരിശുദ്ധ അല്ലേ? അതിൽ തന്നെ പറയണ്ടേ. ഞാൻ ഇപ്പൊ നോക്കിയത്, ചില കാര്യങ്ങൾ നമുക്ക് വെറുപ്പായി തോന്നും, പക്ഷെ പിന്നീടാണ് നമുക്ക് അതിന്റെ ഗുണം എന്ത് ചെയ്യാ മനസ്സിലാക്കുക. അപ്പോ എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു കിതാബ് നോക്കിയപ്പോ ഒരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. ആ മഹാൻ പറയാണ്, 40 കൊല്ലം ഞാൻ ഇൽമിയായ മേഖലയിൽ ജീവിച്ചു. 40 കൊല്ലം. ഈ 40 കൊല്ലം ഞാൻ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയാണ്. 40 കൊല്ലം ഒരു മഹാൻ പഠിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയാണ്. അപ്പൊ അതിന്റെ ഒരു മഹത്വങ്ങൾ മനസ്സിലാക്കിയേക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന്റെ 3 ദിവസം മുമ്പ്, ആ ഹദീസ് വിശാലമാണ്. വഫാത്തിന്റെ 3 ദിവസം മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ജാബിർ അള്ളാഹുവിന് കേൾക്കുക. അള്ളാഹിന്റെ റസൂല് പറയാണ്, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങൾ ഒരാളും മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനുൽ ദന്ന ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവന കൊണ്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജീവിതത്തിൽ ഖൈറൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അള്ളാഹു താല എന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു താല വലിയ ഔദാര്യവാനാണ്. 100 പേരെ കൊന്ന ആൾക്ക് പോലും അള്ളാഹു താല പുറത്തു കൊടുത്തു. സാധുവായ എനിക്ക് പുറത്തു തന്നു വെച്ചിട്ട് അള്ളാഹു താലക്ക് ഒന്നും കുറയാനില്ല എന്നൊരു മനുഷ്യൻ, ആ ഒരു ഭാവനയിലാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്, മരിക്കേണ്ടത്. മനസ്സിലാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്താണ് ഹുസ്നുൽ ദന്ന്. അള്ളാഹു താല പറയുന്നുണ്ട്, അന ഇന്ദ ലന്നി അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത്, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതിലാണ്. എന്താ? അള്ളാഹു താല എനിക്ക് റഹ്മത്ത് ചെയ്യുന്ന ഒരു അടിമ വിചാരിക്കാൻ റഹ്മത്ത് ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് പോസിറ്റീവായ മൈൻഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. എന്നിട്ട് അള്ളാഹു താല തന്നെ പറയുന്നുണ്ട്, വ അന മഅഹു, ഞാൻ എൻ്റെ അടിമയോട് കൂടെയാണ്, ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുന്ന സന്ദർഭത്തിൽ. ഓൻ എന്നെ എനിക്ക് ദിക്റ് ചൊല്ലിയാല് എന്നെ സ്മരിച്ചാൽ ഞാൻ അവനോട് കൂടെ തന്നെ ഉണ്ട്. ഫൈൻ ദക്കറനി ഫി നഫ്സിഹി, അവന്റെ നഫ്സിൽ എന്നെ ഓർത്താൽ ദക്കർതുഹു ഫി നഫ്സി, എന്റെ നഫ്സിൽ ഞാൻ അവനെന്ത് ചെയ്യും, ഓർക്കും. വൈൻ ദക്കറനി ഫി മലഇൻ, സമൂഹത്തിന്റെ ഇടയിൽ വെച്ച് അവൻ എന്നെ ഓർത്താലോ, ദക്കർതുഹു ഫീ മലഇ ഖൈരി മിൻ, അതിനേക്കാൾ ഖൈറായ സംഘത്തിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യും, അവൻ ഓർക്കും. അപ്പൊ നമ്മൾ ഒരു ചാണെടുത്ത അള്ളാഹു താല ഒരു മുഴ എടുക്കുന്നുണ്ട്, നമ്മളൊന്ന് അടുത്ത് കിട്ടിയാൽ മതി.
വേറൊരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അടിമേ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം, ഞാൻ എനിക്ക് വേണ്ടി നിന്നെ പടച്ചതാണ്. അടിമേ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം, കാരണം ഞാൻ എനിക്ക് വേണ്ടി നിന്നെ പടച്ചതാണ്. അത് മാത്രം എന്ത് ചെയ്യാൻ, ആ ഒരു മഹബത്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നമ്മളെ ഫലസ്തീനിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ, വല്ലാത്തൊരു സഹിക്കണില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞൊരു മറുപടി നമ്മളെ എല്ലാ കാലത്തും ചിന്തിക്കേണ്ട മറുപടിയാണ്. നമ്മളെ ടെൻഷൻ ഇങ്ങനെ, അപ്പൊ അള്ളാന്റെ ടെൻഷൻ എത്ര ഉണ്ടാവും? നമ്മളെക്കാൾ സ്നേഹം ആർക്കാണ്? അള്ളാഹു താലാക്കല്ലേ. 70 ഉമ്മയുടെ സ്നേഹം അള്ളാഹു താലാക്കുണ്ട്. അപ്പൊ നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് കണ്ണീർ വാർക്കുണ്ട്, അല്ലേ, വല്ലാതെ നമുക്ക് നെഞ്ഞൊക്കെ പടച്ചു പോകുന്നു. അപ്പൊ അള്ളാഹു താലാക്ക് എത്ര മാത്രം ഉണ്ടാവും? അത് മാത്രം നീ ആലോചിച്ചാൽ മതി. അതൊക്കെ അള്ളാഹു താല ഒരു സമൂഹത്തിന് അള്ളാഹു താല വലിയ ഫത്ഹ് നൽകാൻ തീരുമാനിച്ചാൽ വലിയ ബലാഗ് കൊണ്ട് അള്ളാഹു താല സമൂഹത്തിന് എന്ത് ചെയ്യും? പരീക്ഷിക്കും. ആ ബലാഇന് ശേഷം ഇന്നമഅൽ ഉസ്രി യുസ്റ, ഒരു ഞെരുക്കത്തിന് ശേഷം അള്ളാഹു താല എന്ത് ചെയ്യും? ഒരു എളുപ്പം കൊടുക്കും. അപ്പോ മുഅ്മിനായ മനുഷ്യന്മാർക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് എന്ത് വേണം? നല്ല ഭാവന ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഒരിക്കൽ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഖൈറിൽ വെച്ച് ഏറ്റവും ഖൈറ് ഹുസ്നുൽ ദന്നി ബില്ലാഹ്, അള്ളാഹിനെ കുറിച്ച് നല്ല ഭാവനയാണ്. അതുപോലെ തന്നെ ഹുസ്നുൽ ദന്നി ബി അബ്ദിഹി, അള്ളാഹിന്റെ അടിമയെ കുറിച്ചുള്ള നല്ല ഭാവന. ഖൈറുകളിൽ വെച്ച് ഏറ്റവും ഖൈറ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവന, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ചുള്ള നല്ല ഭാവന. ശേഷം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഷർറുകളിൽ വെച്ച് ഏറ്റവും വലിയ ഷർറുകളുണ്ട്, അതിന് വെച്ച് ഏറ്റവും വലിയ തിന്മ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ ഭാവന, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ചുള്ള മോശമായ ഭാവന. ഞാന് പ്രത്യക്ഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാളുടെ ഓരോ സ്വഭാവത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ സ്നേഹിക്കലില്ല. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞ സാധനം ത്വബഈയാണ്, അതറിയാതെ വന്നു ചേരുന്നതാണ്. ചിലപ്പോൾ സ്വഭാവം വളരെ ദൂഷ്യമുള്ള ആളേക്കാരം, സമൂഹത്തിൽ ഓനാരും വില വെക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഓനാർക്ക് പറ്റൂല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഓരോ സ്വഭാവത്തിലേക്കും അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓനെ സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു താല ഒരു ബഹുമാനം കൊടുക്കാതെ ഈ മനുഷ്യൻ അള്ളാഹു താല പടക്കൂല. കോടാനുകോടി ആളുകളെ പല ജീവികളാക്കി അള്ളാഹു താല വേർതിരിച്ചില്ലേ? ആനയും പുലിയും കടുവയും, ബുദ്ധിയില്ലാത്ത ലോകത്ത് എത്ര ജീവികളുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു താല ഏറ്റവും ഉന്നതരായ വലിയ ബുദ്ധിമാന്മാരായ മനുഷ്യരിൽ അള്ളാഹു താല നമ്മളെ പെടുത്തി. അതിനെന്നെ എത്ര ശുക്ർ നമ്മൾ ചെയ്യണം. അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയണം. പണ്ട് ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ മരിച്ചപ്പോ അള്ളാഹു താല മലായിക്കത്തിനോട് പറഞ്ഞു, മലായിക്കത്തുകളെ, എന്തെങ്കിലുമൊക്കെ നന്മ ആ വ്യക്തിയിലുണ്ടെങ്കിൽ അതിനെ സ്വർഗത്തേക്ക് കടത്തിക്കോളി. റൂഹുൽ ബയാൻ എന്ന് പറഞ്ഞ കിതാബിലുണ്ട്, എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ സ്വർഗത്തേക്ക് കടത്തിക്കോളി. ഒരുപാട് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു നന്മയും കാണുന്നില്ല. അപ്പോഴാണ് ആ മനുഷ്യന്റെ കയ്യിലുള്ള ഒരു വിരലിലൊരു മോതിരണ്ട്, മോതിരം. ആ മോതിരത്തുമ്മ വെറുതെ ആ മനുഷ്യൻ അള്ളാഹ് എന്ന് കുത്തിവെച്ചിരുന്നു. അപ്പൊ അള്ളാഹു താല പറഞ്ഞു, ആ മോതിരത്തുമ്മ അന്നുണ്ടായിരിക്കെ എങ്ങനെയാണ് ഞാൻ ആ മനുഷ്യനെ നിലകത്തി കടത്തുക? അള്ളാഹു താല പറഞ്ഞ മലായിക്കത്തെ, ആ മനുഷ്യനെ ഞങ്ങൾ സ്വർഗത്തിൽ കടത്തി. ഈ ഒരു ചിന്ത മാത്രം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാക്കിയാൽ മതി. ഒന്നുകൂടി ഞാൻ അർത്ഥം വെക്കുകയാണ്, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ലം തുഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. എന്തിനു വേണ്ടിയിട്ട് അള്ളാഹുവിന് അവനുള്ള ഭാവന മെച്ചപ്പെടുത്തുന്നു? ലി അജിലി വസ്ഫിഹി, അള്ളാഹുവിന്റെ ഉത്തമമായ ഗുണങ്ങൾക്ക് വേണ്ടി. അള്ളാഹുവിന്റെ ഉത്തമമായ ഔസാഫുകളുണ്ട്, ആ ഗുണങ്ങൾക്ക് വേണ്ടി നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഫഹസ്സിൻ ലന്നക ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തുക. ലി അജിലി മുആമലതിഹി മഅക, നിന്നോടുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റത്തിന് വേണ്ടി. നിനക്ക് അള്ളാഹു താല ചെയ്തെന്ന നിഅമത്തുണ്ടല്ലോ, അതിന് വേണ്ടി നീ എന്ത് ചെയ്തളാ? അള്ളാഹുവിനെ കൊണ്ടുള്ള നല്ല ഭാവന ഉണ്ടാക്കിക്കളാ. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഹൽ അവദക ഇല്ലാ ഹസന, നന്മയല്ലാതെ അള്ളാഹു നിനക്ക് പതിവാക്കിയിട്ടുണ്ടോ? വഹൽ അസ്ദാ ഇലൈക മിനന, അനുഗ്രഹങ്ങളല്ലാതെ അള്ളാഹു നിന്നിലേക്ക് ചുരിച്ചിട്ടുണ്ടോ? എല്ലാം നന്മകളും ഖൈറുകളും മാത്രമാണ് നമുക്ക് തന്നിക്കുന്നത്. ഇനി നമുക്ക് തോന്നുന്നുണ്ട് ചില വിഷയങ്ങൾ ഖൈറില്ല എന്നെങ്കിൽ
അത് പിന്നീട് അള്ളാഹു താല അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഹൈർ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ളൊരു നല്ല ഭാവന ഉണ്ടാകുക, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകുക. ആ രൂപത്തിൽ നമ്മൾ അമല് ചെയ്താൽ അത് വളരെ രസകരമായ നല്ല മധുരമുള്ള അമലുകളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.